ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഞാൻ ഒറ്റണിക്ക് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ജിമ്മിൽ പോകണം. രാവിലെ 6:30 മണിയായി. ഇനിയിപ്പോൾ ജിമ്മിൽ പോകണം. അപ്പം ഇനി നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് ജിമ്മിൽ പോകും. അപ്പോൾ രാവിലെ ഞാൻ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ജിമ്മിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നും കുടിക്കുന്ന കാര്യമാണ് ചിയാ സീഡ് വെള്ളം. അപ്പം ഇത് വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം നമുക്കിത് കുടിക്കാം. അങ്ങനെ ഞാൻ ജിമ്മിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ അമ്മ മരിച്ചിന് വേണ്ടി പൈസ ഒന്നും ഇട്ടാണ്. ഞാൻ അതുകൂടെ മേടിച്ചു. ഞാനും മുന്നേ വർക്കൗട്ടിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് ട്രൈസെപ്സും ബൈസെപ്സും മുന്നേ ചെയ്താ മുന്നേ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ വന്നു. മുന്നേ ഇരുന്നേരം ഉറക്കമാണ് ഗൈസ്. മുന്നേടെ അനിയത്തി ഇന്നില്ല. രാവിലെ മെസ്സേജ് ഇട്ടേക്കണം 6 മണിയായപ്പോൾ. എടി ഞാൻ ജിമ്മി വരുന്നില്ല. അങ്ങനെ ഞാനും മടിച്ചപ്പോഴാണ് മിനി ചേച്ചി പോകണമെന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ കുറേ നാളായി വന്നിട്ടില്ലേ. പനിയായിരുന്നു. 2 ഒരാഴ്ച. കാരണം ഈ പനിയായിരുന്നു. അപ്പോൾ പനിയായിട്ട് ഒരു ദിവസം ഇവിടെ വന്ന് ചെയ്ത് എനിക്ക് ആകെ വീണ്ടും പ്രശ്നമായി. അപ്പോൾ ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഇപ്പം കംപ്ലീറ്റ്ലി ഓക്കെ ആയി ഇന്നലത്തോടു കൂടി. അങ്ങനെ ഞാൻ ഇന്നും വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് ഓക്കെ. അങ്ങനെ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇനി വീട്ടിൽ പോവുകയാണ്. പോകുന്ന വഴിയിൽ മരിച്ചീനി കൂടെ വരുന്നു. അപ്പോൾ അവിടെ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ ഞാൻ വീടെത്തിയിട്ടുണ്ട്. ഇനി മേല് കഴുകണം. രാവിലെ കഴിക്കുന്നത് മുട്ടയും ചായയും കൂടെയാണ്. അപ്പോൾ ഇനി അത് കഴിക്കാം. എന്നും രാവിലെയുള്ള പരിപാടിയാണ് വീട് തൂത്തിറക്കുക, തുടയ്ക്കുക. ഇതെൻ്റെ ഡെയിലി ലൈഫിലെ ഒരു കാര്യമാണ്. അപ്പം ഇനി നമുക്ക് അത് ചെയ്യാം. അത് ചെയ്തിട്ടാണ് പോജനം കൊണ്ട് താഴോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഇനി തൂത്തിറക്കി തുടങ്ങുകയും ചെയ്യാം. എവിടെ ഞാനങ്ങനെ കിടക്കാറൊന്നുമില്ല. അമ്മയോടെയാണ് ഞാൻ എന്നും രാത്രി കിടന്നുറങ്ങുന്നത്. എൻ്റെ റൂമിൽ ഞാൻ രാവിലെ മാത്രമേ കയറുന്നുള്ളൂ. അതിനുശേഷം രാത്രി ഉറങ്ങുന്നതൊക്കെ ഞാൻ അമ്മയുടെ കൂടെയാണ്. അപ്പം നമ്മൾ അമ്മയുടെ റൂമിലോട്ട് പോകും. ഇത് ജസ്റ്റ് എൻ്റെ റൂമെന്ന് പറയുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലപ്പത്ര എൻ്റെ റൂമിൽ. ബാക്കിയെല്ലാം ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോയി കിടന്നുറങ്ങുന്നതൊക്കെ. അപ്പം എൻ്റെ റൂമിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇനി തുടയ്ക്കാൻ പോവുകയാണ്. അപ്പം ഇനി തുടച്ചിട്ട് കാണാം. ഇനിയിപ്പോൾ അടുത്ത ഡ്യൂട്ടിയാണ് പോജനെ കൊണ്ട് താഴോട്ട് കൊണ്ടുപോവുക. അപ്പം മഴയായിട്ട് അവിടെ അത്രയും കാടായിട്ട് കിടക്കുകയാണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പാമ്പിൻ്റെ കടി കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനും പൂജയും അത്രയും സൂക്ഷിച്ചാൽ പോണത്. ഇനി ഞാൻ കുറച്ചുനേരം റീല് കാണുവാണ്. കുറച്ചൊന്ന് റെസ്റ്റ് ഗായ്സ്. ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഇത് അരിഞ്ഞു കൊടുക്കാമ്പേക്ക് തോരത്തിൽ അരിയണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് പാങ്ങോട്ടൊക്കെ പോകാനുണ്ട്. അപ്പം ഇനി നമുക്ക് ഇനി അരിയാം. അടുത്ത പരിപാടി വാഴക്കുല പിടിച്ചു വയ്ക്കൽ. ഓണത്തിന് വെച്ചിരുന്ന വാഴയാണ്. അപ്പം വാഴക്കുല പൊട്ടിപ്പോയത് കൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്ത് അതിനെ ഇങ്ങനെ പറിച്ച് വെച്ചേക്കുവാണ്. ഇനി നമ്മൾ കടയിൽ കൊണ്ട് വിൽക്കും. അയ്യപ്പോൾ 2 വാഴക്കുലയാണ് ഇപ്രാവശ്യം നമുക്ക് വിൽക്കാൻ കിട്ടിയത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വൈകിട്ടാണ് പോകുന്നത്. നമ്മൾ 11 മണിക്കാകുമ്പം എന്തെങ്കിലും കഴിക്കും, എന്തെങ്കിലും ഫ്രൂട്ട്സോ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ആപ്പിളാണ്. അപ്പോൾ അമ്മയും ഞാനും ഇവിടെ കഴിക്കും. നമ്മളെ പോജി കുട്ടിയോടെ ഭയങ്കരമായിട്ട് ഉറക്കമാണ്. പോജി ബേബി ചുണ്ടരി ചുണ്ടരി ചുണ്ടരി. ഇനി അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. വേണം പോജോ? പോജ ആപ്പിളൊന്നും കഴിക്കത്തില്ല. പോജു ചൂര മീനുണ്ടെങ്കിൽ ഒരു പറ ചോറ് കഴിക്കും. അതുകൊണ്ട് ഇന്ന് ഇവിടെ ചൂര മീനാണ്. നമ്മളെ പോജു കുട്ടീനെ വീട്ടിൻ്റെ അകത്തിട്ട് വളർത്തണേന് ഒരുപാട് പേർക്കൂടെ പ്രശ്നമുണ്ട്. നമ്മളെ വീടല്ലേ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വളർത്തും. അത് മറ്റുള്ളവർക്ക് പ്രശ്നം വന്നത് എന്താ? നമ്മളെ വീടല്ലേ, അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചോ. ഇനി അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പാങ്ങോട് വെക്കുക. അത് വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് കുറച്ച് ഗുളിക മേടിക്കാണ്ട്. അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുളികയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് മേടിക്കാൻ പോകണം. പിന്നെ എനിക്ക് മുത്തലക്ഷ്മിയുടെ കല്യാണമൊക്കെ വരെയല്ലേ. അപ്പോൾ സാരി മേടിച്ചു. സാരിക്ക് നീളമില്ല. അപ്പോൾ അതിൽ വെച്ചടിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയലൊക്കെ എടുക്കണം. അപ്പം ഞാൻ ഇനി പാങ്ങോട്ട് പോയിട്ട് തരാം. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ മഴ. അപ്പം മുന്നേ എവിടെ ഉണ്ട്? മുന്നേ കല്യാണം വിളിക്കാൻ പോവുകയാണ്. മഴ തോന്നാൻ മുന്നേ അപ്പോൾ പോവാം. അപ്പോൾ ഞാൻ പാങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഗുളിക മേടിച്ചിട്ട് വേറെ കടയിൽ കയറണം. അപ്പോൾ ഗുളികയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ മെറ്റീരിയലൊക്കെ എടുത്ത ശേഷം നമ്മുടെ സ്റ്റിച്ചിങ് സെൻറ്ററിലോട്ട് പോവുകയാണ്. എവിടെയാണ് നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ച ഇതാണ്.
ചേച്ചിയുടെ ഉണ്ടോന്ന്. വീട്ടിൽ പോകുന്ന വഴിയിൽ ഞാൻ വിചാരിച്ചു ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ മേടിക്കാൻ പോവാന്ന്. അങ്ങനെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാമിൽ വന്നേക്കുവാണ്. ഞാൻ കാണിച്ചു തരാം. എവിടെ ഏക്കർ കണക്കിനാണ് ഡ്രാഗൺ ഫ്രൂട്ട് വിളയിച്ചിട്ടേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ മാത്രമല്ല, ഇവിടെ ഈ ഏരിയ ഫുള്ള് ഡ്രാഗൺ ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റാണ്. ഇവിടെ വിലക്കുറവാണ്. കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മേടിച്ചിട്ട് പോവുകയാണ്. ഇവിടെ 60, 70, 80, 90, 120 അങ്ങനെ പല റേഞ്ചിലുണ്ട്. ഞാനിപ്പോൾ 70-ൻ്റെ 2 കിലോ മേടിച്ചത്. ക്വാളിറ്റിയിൽ വ്യത്യാസമുള്ളൂ, പക്ഷേ ടേസ്റ്റ് എല്ലാം ഒരേ പോയായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ബ്രെഡ് മേടിക്കാൻ പോവുക ഷീജ ബേക്കറിയിൽ നിന്ന്. അവിടുത്തെ ബ്രെഡ് ഭയങ്കര സോഫ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് നേരം കിടക്കുമായിരുന്നു. കുറച്ച് റീലൊക്കെ കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അമ്മ എനിക്ക് കുറേ ചോറിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ അമ്മയുടെ പ്ലേറ്റിലോട്ട് കുറച്ച് ചോറ് മാറ്റി താമോ. ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുവാണ്. ഇനിയിപ്പോൾ ഈവനിങ്ങിൽ കാണാൻ പോയി. ഇനി ഞാൻ ചായ ഇടുമായിരുന്നു. അപ്പോൾ ഈവനിങ്ങിൽ ഒരു 4:30 മണിയായിട്ട് എണീറ്റിട്ട് ഇനി നമുക്ക് ചായ ഇട്ട് കുടിക്കാൻ പോവാം. ഇത് എൻ്റെ മാത്രം കപ്പാണ്. ഇതിലാണ് ഞാൻ ചായ കുടിക്കുള്ളൂ. വേറെ ആരെ കപ്പിലും ചായ കുടിക്കത്തില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് ഉണ്ട്, എനിക്കുള്ള കപ്പുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മാത്രമേ ഞാൻ ഫുഡും കപ്പൊക്കെ ചായയൊക്കെ കുടിക്കത്തുള്ളൂ. എല്ലാം കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അടിപൊളി പോലെ അങ്ങനെ അമ്മ അവിടെ കൊല കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. ഈ അമ്മ അവിടെ കൊണ്ട് സാധനം കൊടുത്തിട്ട് ആ പൈസക്ക് ഫുള്ള് ഒരു സാധനം മേടിച്ചുകൊണ്ട് വരികയാണെന്ന് തോന്നുന്നു കേട്ടാ. കയറിയിട്ട് 1.5 മണിക്കൂറാവും. 1012 കൊല ഉണ്ടായിരുന്നു. ബാക്കി സാധനം എത്രയുടെ മേടിച്ചിട്ട് 50 രൂപ ഉള്ളൂ. ഇനി കുറേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം പോവാ നമുക്ക്. മഴയാണ്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ വിളക്ക് കൊളുത്താൻ പോവുകയാണ്. ഇനിയിപ്പോ രാത്രിയിലത്തേക്ക് എന്റെ ഫുഡായിട്ട് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചു പരിപാടി നടത്തുവാണ്. എന്റെ സാൻഡ്വിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇനി കുറച്ച് കൊത്തുപണികൾ മാത്രമേ കൂടെ ഉള്ളൂ. എന്റെ സാൻഡ്വിച്ച് വളരെ റെഡി ആയിട്ടിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്തോട്ടെ. കണ്ടോ, സെറ്റ് സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു. മേലെ മുത്തലക്ഷ്മിയുടെ കല്യാണത്തിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നതേ ഉള്ളൂ. പോജോ ഇതെന്തിനു നനഞ്ഞിരിക്കണ? ഞാനും അമ്മയും കൂടെ മേല് പോയതിന് മുന്നേ വീട്ടിൽ പോയതിന് മഴയത്ത് വാശിക്ക് ഇറങ്ങി നിന്ന് നാനിന് കുളിച്ച് നിൽക്കുക. നീ വെള്ളത്തിൽ കളിക്കാൻ പോയതിന്? നീ വെള്ളത്തിൽ കളിക്കാൻ പോയതിന് പോജോ വൈകിട്ട് നമ്മള് ബിഗ് ബോസും കണ്ട് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീർക്കുവാണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഫുൾ അവിടെ കഴിയുവാണ്. ഞാൻ ഉറങ്ങാൻ കിടക്കുവാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ.